നിശ്ചലമായ തെരുവുകളും അടച്ചിട്ട വീടുകളും വീണ്ടും നമ്മുടെ ഓർമ്മകളിലേക്ക് ഓടിയെത്തുകയാണ്. സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ ചർച്ചാ വിഷയം മറ്റൊന്നുമല്ല, മറ്റൊരു ലോക്ക്ഡൌൺ വരാൻ പോകുന്നുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തെ പിടിച്ചുലച്ച ആ മഹാമാരി കാലത്തെ ഭീതിജനകമായ ഓർമ്മകൾ ഇന്നും നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റിലെ ട്രെൻഡിംഗ് സെർച്ചുകളിൽ ലോക്ക്ഡൌൺ എന്ന വാക്ക് വീണ്ടും ഇടം പിടിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ ആശങ്ക പടരുന്നത് സ്വാഭാവികം. എന്നാൽ ഈ പ്രചാരണങ്ങൾക്ക് പിന്നിലെ സത്യാവസ്ഥ എന്താണ്? പ്രധാനമന്ത്രിയുടെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടതാണോ? ആഗോളതലത്തിലെ പുതിയ യുദ്ധ സാഹചര്യങ്ങൾ ഇന്ത്യയെ എങ്ങനെയൊക്കെ ബാധിക്കും? വരാനിരിക്കുന്ന ദിവസങ്ങളിൽ നാം കരുതിയിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. ഇന്റർനെറ്റിൽ ട്രെൻഡിംഗ് സെർച്ചുകൾ ഇപ്പോൾ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം, ലോക്ക്ഡൌൺ കാലം നമ്മൾ എങ്ങനെയാണ് കടന്നുപോയതെന്ന്. ആ കാലം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു അധ്യായം തന്നെയായിരുന്നു. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ലോകം മുഴുവൻ നിശ്ചലമായ ആ നാളുകൾ ഓരോരുത്തർക്കും ഓരോ പാഠങ്ങളാണ് നൽകിയത്. പൊതുജനങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടായിരുന്നു കോവിഡ് സമയം ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയത്. ലോക്ക്ഡൌൺ ഒരു വലിയ പരീക്ഷണം തന്നെയായിരുന്നു. അതിൽ നമ്മൾ നേരിട്ട പ്രധാന പ്രയാസങ്ങൾ നാളെ എന്ത് സംഭവിക്കും എന്നതിനെ കുറിച്ചുള്ള പേടിയും ആശങ്കയുമായിരുന്നു. സാമൂഹികമായ ഒറ്റപ്പെടൽ, സാമ്പത്തിക പ്രതിസന്ധി, ജോലി നഷ്ടപ്പെടൽ, കച്ചവടങ്ങൾ മുടങ്ങിയത്, നിത്യച്ചെലവിനുള്ള ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ തുടങ്ങി അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും ദുരിതം നാം അനുഭവിച്ചതാണ്. കോവിഡിനോടുള്ള ഭയം മാത്രമല്ല, വ്യായാമ ഇല്ലായ്മയും മാനസികമായ സമ്മർദ്ദവും പലരെയും ബാധിച്ചു. പക്ഷെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ലോക്ക്ഡൌണിനെ കുറിച്ചുള്ള ചർച്ചകൾ വീണ്ടും സജീവമായിരിക്കുന്നു. എന്താണ് ഇതിന്റെ കാരണമെന്നറിയണ്ടേ? ഇറാൻ യുദ്ധം അവസാനമില്ലാതെ തുടരുന്നതിനിടെ ഇന്ത്യയിൽ ലോക്ക്ഡൌൺ ഏർപ്പെടുത്തിയേക്കുമോ എന്ന ഭീതി പലർക്കുമുണ്ട്. കടുത്ത ഊർജ പ്രതിസന്ധിയാണ് ഇത്തരമൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനം. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെക്കുറിച്ച് പാർലമെന്റിൽ പ്രസ്താവന നടത്തവേ യുദ്ധത്തിന്റെ ആഘാതം ഏറെ നാൾ നീണ്ടു നിൽക്കുമെന്നും കോവിഡ് കാലത്ത് ഒറ്റക്കെട്ടായി പ്രതിസന്ധികളെ തരണം ചെയ്ത പോലെ തയ്യാറെടുക്കണമെന്നും പ്രവർത്തിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ഇതാണ് ലോക്ക്ഡൌൺ എന്ന ആശങ്കയ്ക്ക് കാരണം. പാചകവാതക പ്രതിസന്ധി മൂലം ഹോട്ടലുകൾ അടച്ചതും ഇതിന് ആക്കം കൂട്ടി. ലോക്ക്ഡൌണിന്റെ സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. ലോക്ക്ഡൌൺ എന്ന ആശങ്കയ്ക്ക് ഒരു അടിസ്ഥാനവും ഇല്ലെന്ന് തന്നെയാണ് അധികൃതർ നൽകുന്ന വിവരവും. ഊർജ പ്രതിസന്ധി ലോകത്തിലെ ചില രാജ്യങ്ങളെ ബാധിച്ചെങ്കിലും ഇന്ത്യയിൽ അത്തരമൊരു ഭീതി ഇല്ലെന്നാണ് ബന്ധപ്പെട്ടവർ നൽകുന്ന വിവരം. പാചകവാതകത്തിന് പ്രതിസന്ധി ഉണ്ടെങ്കിലും ജനജീവിതത്തെ പൂർണ്ണമായി ബാധിക്കുന്ന തരത്തിലേക്ക് അത് എത്തിയിട്ടില്ല. ഹോർമൂസിലൂടെ ഇന്ത്യയിലേക്കുള്ള എണ്ണയും പ്രകൃതി വാതകവും ഇറാൻ കടത്തിവിടുന്നുണ്ട്. മാത്രമല്ല, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുമുണ്ട്. ഇത് നമ്മുടെ നില ഭദ്രമാക്കുന്നു. രാജ്യത്ത് എണ്ണയുടെ കരുതൽ ശേഖരം ആവശ്യത്തിന് തന്നെയുണ്ട്. അതിനാൽ അതും പ്രശ്നമാകില്ല. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇറാൻ യുദ്ധം അവസാനിക്കാതെ നീളുന്നത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആഘാതം ഉണ്ടാക്കുമെന്നാണ് കരുതുന്നത്. രാജ്യത്തിന്റെ ആഭ്യന്തര ഉപയോഗത്തിനുള്ള എണ്ണയുടെ 80% ഇറക്കുമതി ചെയ്യുകയാണ്. ക്രൂഡ് ഓയിലിന്റെ വില കാര്യമായി ഉയർന്നിട്ടുണ്ട്. ക്രൂഡ് ഓയിലിന്റെ വില കുറയാതിരുന്നാൽ രാജ്യത്തെ പെട്രോൾ, ഡീസൽ വിലകൾ ഉയരാൻ സാധ്യതയുമുണ്ട്. ഇത് സാധനങ്ങളുടെ വിലക്കയറ്റത്തിനും സാധാരണക്കാരുടെ ജീവിത ചെലവ് ഉയരുന്നതിനുമൊക്കെ ഇടയാക്കും. കോവിഡുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന പല വാർത്തകളും വസ്തുതാവിരുദ്ധമാണ്. പഴയ ലോക്ക്ഡൌൺ കാലത്തെ ദൃശ്യങ്ങളും പ്രസംഗങ്ങളും പുതിയ സാഹചര്യവുമായി കൂട്ടിച്ചേർത്ത് തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. നിലവിൽ രാജ്യത്തെ ജനജീവിതം തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട സാഹചര്യം ഒരിടത്തുമില്ല. സർക്കാരും ഔദ്യോഗിക വൃത്തങ്ങളും നൽകുന്ന കൃത്യമായ വിവരങ്ങൾ മാത്രം വിശ്വസിക്കുക എന്നതാണ് ഇത്തരം ഘട്ടങ്ങളിൽ നാം പാലിക്കേണ്ട ജാഗ്രത. ചുരുക്കത്തിൽ, ലോക്ക്ഡൌൺ എന്ന ഭീതിക്ക് നിലവിൽ യാതൊരു അടിസ്ഥാനവുമില്ല. യുദ്ധം മൂലമുണ്ടാകുന്ന സാമ്പത്തിക ആഘാതങ്ങളെ മറികടക്കാൻ രാജ്യം സജ്ജമാണെന്നും ഇന്ധനശേഖരം സുരക്ഷിതമാണെന്നും വ്യക്തമാണ്. എങ്കിലും ആഗോളതലത്തിലെ അസ്ഥിരത നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടാക്കിയേക്കാം. വ്യാജ വാർത്തകൾക്ക് ചെവി കൊടുക്കാതെ യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങളെ സമീപിക്കുകയാണ് വേണ്ടത്. ഏത് പ്രതിസന്ധിയും ഒത്തൊരുമയോടുകൂടി നേരിടാൻ നാം പ്രാപ്തരാണെന്ന് കഴിഞ്ഞ കോവിഡ് കാലം നമ്മെ പഠിപ്പിച്ചു കഴിഞ്ഞു. സമാധാനപരമായ അന്തരീക്ഷം ഉടൻ പുനഃസ്ഥാപിക്കപ്പെടുമെന്നും വിപണിയിലെ ആശങ്കകൾ വിട്ടൊഴിയുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. സുരക്ഷിതരായിരിക്കുക, ജാഗ്രതയോടുകൂടി ഇരിക്കുക.